മലങ്കര സിറിയൻ കാത്തലിക് ചർച്ചിൻ്റെ കീഴിൽ വരുന്ന മാറിബാനിസ് കോളേജിൽ, ട്രിവാൻഡ്രത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള കോളേജാണ് സർ. അത് 75-ാം വർഷം ആഘോഷിക്കുകയാണ്, പ്ലാറ്റിനം ജൂബിലി. അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ MG കോളേജ്, വലിയ വലിയ പ്രശസ്തരായ സിനിമാ താരങ്ങൾ മോഹൻലാൽ അടക്കം അവിടെ പഠിച്ച കോളേജാണ്. ഈ രണ്ട് കോളേജും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്. സാറിന് അതിനെ കുറച്ച് കൂടുതൽ വിശദാംശമായിട്ട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഞാനെന്നും ഇതിൻ്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു കേട്ടോ. ഈ ഇവാനിയസ് കോളേജിന് 75 വർഷം പൂർത്തിയായി. അത് ഇപ്പോൾ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗംഭീര പരിപാടികളാണ് നടക്കുന്നത്. അതൊരു വലിയ ക്യാമ്പസാണ് കേട്ടോ. അതിനകത്ത് സ്കൂളുകളുണ്ട്. CBSE, ICSE, സ്റ്റേറ്റ് സിലബസ് സ്കൂള്, പിന്നെ കോളേജ്, പ്രൊഫഷണൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ ട്രെയിനിങ് കോളേജ്, പിന്നെ MBA, ലോ കോളേജ്, അങ്ങനെ നീണ്ട് ഒരു 400 ഏക്കറുണ്ട് കേട്ടോ. അതിനകത്തൊരു കുട്ടിയെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പിന്നെ അങ്ങോട്ട് പോകത്തക്ക രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാം. നല്ല പ്ലേസ്മെന്റ്സ് ഒക്കെ കോളേജിൽ കിട്ടുന്നുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ. അത് നമ്മൾ അന്തം വിട്ട് നിന്ന് നോക്കിപ്പോകും. ഒരു സർവകലാശാലയുടെ മാതിരിയാണ് അവിടെ. അത് സമ്മതിച്ചു കൊടുക്കേണ്ടതാണ്. ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു കലാലയം, എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെ നടത്തിക്കൊണ്ടു പോകണം എന്ന് കാണിച്ചു കൊടുക്കാൻ അവർക്ക് അറിയാവുന്നുള്ളതാണ്. 1 കിലോമീറ്റർ മാറിയാണ് മഹാത്മാഗാന്ധി കോളേജ്. ഫുൾ നെയിം തന്നെ പറയണം, MG കോളേജ് എന്ന് പറഞ്ഞാൽ പോരാ. ഗാന്ധിജിയുടെ പേരിൽ 1948 സ്ഥാപിതമാണ്. 77 വയസ്സായി. ഇവാനിയസ് കോളേജിനേക്കാൾ 2 വയസ്സ് മൂപ്പുണ്ട്. അവിടെ ഒന്ന് കാണണം. 4 വശവും അടച്ചിട്ടിരിക്കുകയാണ്, കാട് മൂടിക്കിടക്കുകയാണ്. പിന്നെ അത് പറയേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രബല സമുദായമായ നായർ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ വരുന്നതാണ്. നായന്മാർക്കൊക്കെ അഭിമാനിക്കാം, കോളേജ് കുറേ ഉണ്ടെന്നും പറഞ്ഞു. ഇത് ശ്മശാനം പോലെ കിടക്കുകയാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നായന്മാർക്കൊരു ശ്മശാനമാണോ ഇതെന്ന്. ഈ പെരുന്നയിലെ പോപ്പൊക്കെ എന്ത് ചെയ്യുകയാണെന്ന് ആലോചിക്കുന്നത്. ഇതൊക്കെ ഈ പിന്നെ അധ്യാപക നിയമനത്തിനും ഒക്കെ ഒന്നും വാങ്ങാതാണോ അവർ നിയമിക്കുന്നത്? സർക്കാർ ശമ്പളം കൊടുക്കുന്നു, ആ നിയമനത്തിന് അവർ വാങ്ങുകയും ചെയ്യുന്നു. ചാക്കിനകത്താണ് വാങ്ങിക്കുന്നത്. ഇതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ ഭാഗമെങ്കിലും കോളേജിന്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഒന്നും വേണ്ട, ഈ കാടും വെട്ടിത്തെളിച്ച് നല്ല അതിമനോഹരമാക്കിക്കൂടെ? ഇവന് തൊട്ടപ്പുറത്തുള്ള ഇവാനിയസ് കോളേജ് പോയി കാണുക. അതെങ്കിലും കാണാനുള്ള ഇത് കാണിക്കത്തില്ല. ഈ MG കോളേജിലാണ് പിന്നെ നമ്മുടെ മഹാനായ ചലച്ചിത്ര നടൻ മോഹൻലാൽ പഠിച്ചത് കേട്ടോ. ഞാനും അവിടെയാണ് പഠിച്ചത്. എൻ്റെ പിന്നെ സീനിയർ ആയിരുന്നു മോഹൻലാൽ. പിന്നെ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മോഹൻലാലിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ കോളേജിനെ ഒക്കെ ഒന്ന് വിപുലീകരിച്ചു കൊണ്ടുവരാമെന്നുള്ള, അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കിയേ, ജഗതി ശ്രീകുമാർ പഠിച്ചത് ഇവാനിയസ് കോളേജിലാണ്. ജഗതി ശ്രീകുമാർ നമുക്കറിയാം, ഇപ്പം ആരോഗ്യ പ്രശ്നം, അപകടത്തിന് ശേഷം അദ്ദേഹം പൂർണ്ണമായും തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ പോലും അദ്ദേഹത്തെ അവര് കൊണ്ടുപോയി അവിടെ ആ വേദിയിൽ ഇരുത്തി ആദരിക്കുകയും അദ്ദേഹം ഇവിടെ പഠിച്ചതാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ചിലപ്പോൾ അത് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിൽ നിന്ന് നിൽക്കുന്നത് കൊണ്ട് ഓർമ്മയുണ്ടാകത്തില്ല. പക്ഷേ കോളേജ് അധികൃതർ അത് വേണ്ട രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തെ പോലുള്ള പ്രതിഭാധനര്, പിന്നെ എത്ര രാഷ്ട്രീയക്കാർ മുഴുവൻ അവിടെ പഠിച്ചിറങ്ങിയവരാണെന്നല്ല, എത്രയോ രാഷ്ട്രീയക്കാര്. പിന്നെ നാടകമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ഡോക്ടർ വയലാ വാസുദേവൻ പിള്ള എന്ന് പറയുന്ന ഒരു സാറുണ്ടായിരുന്നു. നാടകത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. പിന്നെ വേറെ എബ്രഹാം ജോസഫ്, ഇങ്ങനെ കുറെ പ്രഗത്ഭരുണ്ടായിരുന്നു. ജോർജ് ഓണക്കൂർ, നമ്മുടെ ഉൾക്കടൽ നോവൽ എഴുതി പിന്നെ അത് സിനിമയാവുകയും ചെയ്ത ഓണക്കൂർ സാറ്, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. എനിക്ക് എൻ്റെ അറിവില്ലാത്ത പലതരത്തിലുള്ള ആൾക്കാരും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. MG കോളേജിലും അങ്ങനെ പ്രഗത്ഭന്മാരില്ലെന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. കോളേജിന്റെ ഒരു മഹത്വം കാത്തു സൂക്ഷിക്കണ്ടേ? ഒരു കലാലയം എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണ് കിടക്കേണ്ടത്? ഇത് ഞാൻ ചോദിച്ചോട്ടെ, സർക്കാരാണെങ്കിൽ പോലും തൊട്ടിപ്പുറത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജ് എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ അതിമനോഹരമായിട്ട് കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ പിന്നെ കേരളത്തിലെ മുഴുവൻ
ഈ ക്രിസ്ത്യൻ മേഖലകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്തു നോക്കാൻ. അതെ, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് സർ. അവർക്കറിയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെ നടത്തണം എന്നുള്ളത്. കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ഇതിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ അടുത്ത ജനറേഷൻ അല്ലെ, എൻ്റെ ജനറേഷൻ തൊട്ട് തന്നെ അല്ലെങ്കിൽ എൻ്റെ തൊട്ട് മുമ്പത്തെ ജനറേഷൻ തൊട്ട് എല്ലാവരും അട്രാക്റ്റഡ് മാറി വേനീസ് കോളേജ്. രണ്ടും താരതമ്യം ചെയ്താലും ഞങ്ങൾക്ക് അതിൽ പഠിച്ചാൽ മതി, കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥലമാണ് എന്നാണ് പറയുന്നത്. ആ ഒരു ക്യാമ്പസ് ആയാലും ശരി, ആ ഒരു എൻവയൺമെൻറ്റ് വേണം, പഠിക്കാനുള്ള എൻവയൺമെൻറ്റും വേണം. അത് മാത്രമല്ലല്ലോ, നമ്മളിപ്പോൾ കോളേജിൽ പോകുന്ന പഠിക്കാൻ മാത്രമല്ല, കലാലയപരമായിട്ടും നമ്മൾ അല്ലേ, കായികപരമായിട്ടും ഒക്കെ ഒരു വലിയൊരു ഇതിനകത്ത് മാനസിക ഉല്ലാസം കൂടെ ഉണ്ടെന്നേ, അത് കൂടെ എടുക്കണം. ആ ഒരു പരിസ്ഥിതി കൂടി ഉണ്ട്. ഇത് ഈ MG കോളേജിൽ പണ്ട് SFI AVP-യുടെ ഒരു വലിയ പിന്നെ സംഘർഷമൊക്കെ നടക്കുന്ന ഇടമായിരുന്നു. ഇല്ല സർ, ആക്ച്വലി പറഞ്ഞാൽ അവരൊന്നും അകത്തേക്ക് കയറ്റി ഓടും ചെയ്യില്ലായിരുന്നു. ABVP ആയിരുന്നു അവിടെ എല്ലാം. ഇവനകത്ത് എപ്പോഴും KSU ആധിപത്യം നിലനിർത്തിയിരുന്ന SFI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോഴും അങ്ങനെയാണല്ലോ. ഈ പള്ളിയിലച്ചന്മാർക്ക് SFIയും CPM ഒന്നും കമ്മ്യൂണിസ്റ്റുകാരെന്നോ കേട്ട് കഴിഞ്ഞാൽ അവർ ആട്ടി ഓടിച്ചു കളയും. അങ്ങനത്തെ രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അവർ എപ്പോഴും നമുക്കറിയാം, ക്രൈസ്തവരൊക്കെ എപ്പോഴും ഒരു കോൺഗ്രസ്റ്റ് ആയുവാണ്. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്, ഇപ്പൊ BJP-യിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ, പക്ഷെ അവർ നന്നായിട്ട് ഒരു കലാലയം, പള്ളിക്കൂടം, കോളേജും ഒക്കെ അവർക്ക് നന്നായിട്ട് നോക്കി നടത്താൻ അറിയാം. ഇനി അവിടെ കല്യാണ മണ്ഡപം ഉണ്ട് അതിനകത്ത്. പഠിച്ചിറങ്ങി കഴിഞ്ഞ് കല്യാണം കഴിച്ചെങ്കിൽ പോരാ. ഗിരിദീപം നല്ലൊരു ഓഡിറ്റോറിയമാണ് സർ. ശ്മശാനവും ഉണ്ട് കേട്ടോ. അങ്ങനെയും ചിലർ വേണമെങ്കിൽ ഇതിന് താഴെ കമന്റ് ഇടും. അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞേക്കാം, അതുകൊണ്ട് ഇതെല്ലാം അല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ അവർക്ക് നടത്തിക്കൊണ്ടു പോകാൻ അറിയാമല്ലോ. അതെന്താണ് ഈ NSS മുക്കിന് കരയോഗം അല്ലേ? നമ്മുടെ ഏതോ ഒരു സിനിമയില് ഇന്നസെന്റ് പറയുന്ന പോലെ മാപ്രാണവും കരയോഗത്തില് എന്ന് വരുന്നു എന്ന് പറയുന്ന പോലെ ഈ നായന്മാർ ഈ മുഴുവൻ ഈ ഒരു പലതരത്തില് ഈ അധിക്ഷേപം ഇങ്ങനെ കേൾക്കാനായിട്ടിരിക്കുന്നവരാണ്. അല്ലാതെ നന്നാകേണ്ടവരല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നാകണമെന്നായിരുന്നുവെങ്കിൽ നമ്മുടെ എന്താണ് പെരുന്നയിലെ ഈ സുകുമാരനാർക്ക് എന്തുകൊണ്ട്, അല്ലെങ്കിൽ സുകുമാരനാർക്ക് എനിക്കൊന്ന് മന്നത്ത് പത്മനാഭൻ ഇരിക്കുന്ന കാലത്തൊക്കെ, അന്നത്തെ കാലത്തുണ്ടായ കോളേജാണ്. ആ ഒരു പിന്നെ കാലമൊന്നും ഇപ്പോഴില്ലെന്ന്. പിന്നെ ഇപ്പൊ SNDP-യുടെ തന്നെ കീഴില് വെള്ളാപ്പള്ളിയുടെ അടുക്കലും ഒരുപാട് കോളേജുകളുണ്ട്. പക്ഷെ എത്ര കോളേജ് ഇതുപോലെ ഇത്തരത്തിൽ, ഞാനിപ്പോ ഇങ്ങനെ ഒരു വിഷയം എടുക്കാൻ തന്നെ കാര്യം എന്താണെന്നറിയാം, ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇവാനിയസ് കോളേജിന്റെ 75-ാം വാർഷികം പത്രങ്ങളിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ധാരാളം വാർത്തകൾ. ഇവർക്ക് 77 വയസ്സായെന്ന് പറയുന്ന ആരറിഞ്ഞു? ഇത് 77 ഇനി 100 ആയാൽ പോലും യാതൊരു ഇതുമില്ല. അതിനകത്തൊക്കെ ഒന്ന് കയറി നോക്കണമെന്ന്, കാട് പിടിച്ച് വനവും പിന്നെ ഒരു കലാലയ അന്തരീക്ഷം പോലും ഉണ്ടാകും. എല്ലാ തരത്തിലുള്ള കോഴ്സുകളുണ്ട്. പക്ഷെ ഇതിനപ്പുറത്തെ കോഴ്സുകളിലേക്ക് അവർ പോയി. ആര്? ഇവാനിയസ് കോളേജ് പോയി എന്നുള്ളതാണ്. അപ്പൊ ഇവർക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് നോക്കണേ, ഗാന്ധിജിയുടെ പേരിൽ ഒരു കാലത്ത് നമ്മളൊക്കെ തിരുവനന്തപുരത്ത് വരുന്ന കാലത്ത് പലരും ചോദിക്കും, മഹാത്മാഗാന്ധി കോളേജിലാണോ പഠിക്കുന്നത്? കാരണം അതിനൊരു പേരും പെരുമയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നിലനിർത്താനായിട്ട് പിന്നീട് ഈ NSS-ന്, ഈ നായർ സർവീസ് സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ആവശ്യത്തിന് സ്ഥലമുണ്ട്. ഇപ്പൊ ഇവാനിയസ് കോളേജിന് ഉള്ള തരത്തിലുള്ള സ്ഥലമില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയാണ്. അവർക്ക് 400 ഏക്കറോ 500 ഏക്കറോ കാണുമായിരിക്കും. പക്ഷേ MG കോളേജിന് അതില്ലെങ്കിലും ഒരു കലാലയത്തിന് വേണ്ടതായ തരത്തിലുള്ള അതിലും കൂടുതലുണ്ട് സർ. ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇനിയും ചെയ്യാം. ഇനിയും അവിടെ വേറെ ബിൽഡിങ്ങുകൾ വേണമെങ്കിലും വരും. അത്രയും നല്ല വിശാലമായ ഒരു ക്യാമ്പസാണ് MG കോളേജിന്റെ. എന്നിട്ടും അതൊരു അല്ലേ, ഈ പുറമേ നിന്ന് നോക്കുമ്പം ആ കലാലയത്തിന് അതിൻ്റെതായ ഒരു എടുപ്പോ മട്ടോ ഒന്നും തന്നെ കാണുന്നില്ല. ഇപ്പൊ പലരും ചിലർ പറയും അവിടെ അകത്ത് എന്ത് പഠിപ്പിക്കുന്നു എന്ന്. പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്, പ്രഗത്ഭരൊക്കെ ഉണ്ട്, അത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ അത് വേണ്ട തരത്തിൽ അവർ സംരക്ഷിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ നമുക്കുള്ള ഒരു പരാതിയുള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ ആരും ചോദിക്കും, ഞാനിത് വെറുതെ ഒരു ഈ പിന്നെ പരിഹസിക്കുകയല്ല, ശ്മശാനം പോലെ കിടക്കുന്നു. ശ്മശാനം അതിനേക്കാളും ഭംഗിയാണ് കേട്ടോ. തിരുവനന്തപുരത്തെ ശ്മശാനം എന്നൊക്കെ പറയുന്നത് നല്ല ഭംഗിയായിട്ടാണ് കിടക്കുന്നത്. പിന്നെ എന്താ, ശാന്തി കവാടം എന്നാണ് ആ പേര് കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ ശ്മശാനത്തിന്. ആ ശാന്തി കവാടം എന്ന് പേരിട്ടത് ONV കുറുപ്പുമാണ്. ശാന്തിയാണ് അവിടെ ആ കവാടത്തില്. കുമാരനാശാൻ പറയുന്നത് പോലെ എല്ലാവരും എത്തുന്നിടമാണ് അവിടെ.
അപ്പൊ ആ ഒരു ഭംഗിയെങ്കിലും ഈ തിരുവനന്തപുരത്തെ നായന്മാരുടെ കോളേജിന് ഇല്ല. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നായന്മാർക്ക് ഒരു ശ്മശാനമുണ്ട് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നായർക്ക് അഭിമാനിക്കാം.